എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മളൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്മൂത്തിയാണ്, ഓട്സിൻ്റെ ഒരു സ്മൂത്തി. അപ്പോൾ ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമെന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. പക്ഷേ അത് ഓട്സ് ഒരുപാട് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അരിയാഹാരം കഴിക്കണ പോലെ തന്നെയാണ് ഓട്സിലും നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. റാഗിനെയൊക്കെ അപേക്ഷിച്ച് ഓട്സിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം 2 ടേബിൾ സ്പൂണൊക്കെയാണ് ഞാൻ ഓട്സ് എടുക്കാറുള്ളൂ. എനിക്ക് പൊതുവേ ഓട്സ് അങ്ങനെ ഇഷ്ടമുള്ള ഇതല്ല. എങ്കിലും ഇപ്പോൾ രാവിലെയൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓട്സ് ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ ഡിന്നറിൻ്റെ റീപ്ലേസ്മെൻ്റായിട്ട് കഴിക്കുമ്പോൾ ഓട്സിൻ്റെ അളവ് വളരെ കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഓട്സിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെതാ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിപ്പയിൽ എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഒരു ചിക്കു മുറിച്ച് വെച്ചിട്ടുണ്ട്, 2 ചെറിയ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ പഴം യൂസ് ചെയ്യാം. പിന്നെ ഞാൻ 4 ഈന്തപ്പഴം, അതായത് ഡേറ്റ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേറ്റ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡേറ്റ്സിൽ നാച്ചുറൽ ഷുഗർ, അയൺ ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ്സ് വേണ്ട അല്ലെങ്കിൽ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ മധുരമുള്ള ഫ്രൂട്ട്സിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി, പഞ്ചസാര ചേർക്കാതിരിക്കുക. പിന്നെ വേണ്ടത് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏലക്കാപ്പൊടിയും സിനമൺ പൗഡറാണിത്. സിനമൺ പൗഡറും വെയിറ്റ് ലോസിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പാൽ ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ കൗ മിൽക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സോയാ മിൽക്കോ ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ ഏത് വേണമെങ്കിലും ഓപ്ഷൻ ഉണ്ട്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാധാരണ പാൽ ഉപയോഗിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത് ഞാൻ തണുപ്പിച്ചിട്ട് കഴിക്കാറില്ല. കാരണം എനിക്ക് ത്രോട്ടിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ തണുപ്പിച്ച് കഴിക്കാറില്ല. തണുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പാലിനെ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഐസാക്കിയതിന് ശേഷം അത് ജാറിലേക്ക് ഇട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. നട്ട്സുകളിൽ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാമും പിന്നെ കെലോഗ്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ രാത്രിയും എടുക്കാം നിങ്ങൾക്ക്. പക്ഷേ ഓട്സിൻ്റെ അളവ് കുറയ്ക്കുക, ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടുക. എന്നിട്ട് പാലിന് പകരം കൗൻ മിൽക്ക് അധികം നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ രാവിലെയൊക്കെ മിൽക്ക് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സോയാ മിൽക്കോ ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം.